പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകിട്ട് ചായക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴം ഇലയടയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ ഈ ഒരു ഇലയട ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇവിടെ എടുത്തേക്കുന്നത് റോബസ്റ്റ പഴമാട്ടോ. നന്നായിട്ട് പഴുത്ത പഴം തന്നെ വേണം എടുക്കാനായിട്ട്. നിങ്ങളുടെ കയ്യിൽ ഏത്തക്കപ്പഴം ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ ചെറുപഴം വേണമെങ്കിലും എടുക്കാം. നന്നായിട്ട് പഴുത്ത് ഇതുപോലെ തൊലിയൊക്കെ ഒരു കളർ മാറിയ ആ ഒരു രീതിക്കുള്ള പഴം തന്നെ വേണം എടുക്കാനായിട്ട്. പഴമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ ഒത്തിരി പഴുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട കേട്ടോ. നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഇലയട തന്നെ ഉണ്ടാക്കിയെടുക്കാം. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ ചായക്കൊക്കെ ഇത് സൂപ്പറാട്ടോ കഴിക്കാനായിട്ട്. റോബസ്റ്റ പഴം ഇതുപോലെ തൊലിയൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഇപ്പം 3 റോബസ്റ്റ പഴമാട്ടോ എടുത്തേക്കുന്നത്. ഇനിയും ഇതിലേക്ക് 3 ഏലക്കയുടെ കുരു മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ചെറിയ ജീരകം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളം ചേർത്ത് കൊടുക്കരുത്. വെള്ളം ചേർക്കാതെ തന്നെ നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. ഇനി ഒരു പാനിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിലാട്ടോ നെയ്യ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിൽ അരയാനൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഒന്ന് ഉടച്ചു കൊടുക്കുവാണെങ്കിൽ അത് നന്നായിട്ട് തന്നെ കിട്ടിക്കോളും. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ശർക്കര പാനിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എത്രയാണോ പൊടി എടുക്കുന്നത് അതനുസരിച്ച് ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളിനകത്തുള്ള പൊടിക്കുള്ള ശർക്കര പാനിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇതൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇത് ഒന്നുകൂടി ഒന്ന് കുറുകി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഒന്നുകിൽ മൈദ ചേർത്ത് കൊടുക്കാം, ഗോതമ്പ് പൊടി, ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പം 1 കപ്പ് അളവിൽ അരിപ്പൊടിയാട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഏതരിപ്പൊടി വേണമെങ്കിലും എടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കണം. ഇത് പാനിൽ ഒട്ടിപ്പിടിക്കാതെ ഇതുപോലെ കൈവിടാതെ നന്നായിട്ടിത് മിക്സാക്കി കൊടുക്കണം. ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിതിനെ കിട്ടാനായിട്ട്. ഇതിപ്പം കറക്റ്റ് ആ ഒരു പരുവായിട്ടോ വന്നേക്കുന്നത്. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇനി ഒരു വാഴയില എടുക്കാം. ഇതുപോലെ വാട്ടിയെടുത്തിട്ടുള്ള വാഴയില വേണം കേട്ടോ, അല്ലാതെ എടുക്കുവാണെങ്കിൽ അത് പൊട്ടിപ്പോകും. ഇനി ഇത് 2 സൈഡും ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ആക്കി കൊടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു മാവ് ഇതിനുള്ളിലേക്ക് നിറച്ച് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ അങ്ങ് റോൾ ചെയ്തെടുത്താൽ മതി. എനിക്കിപ്പം കറക്റ്റ് ട്രയാങ്കിൾ ഷേപ്പ് ഒന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇപ്പം നമ്മൾ ഫുള്ള് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ആവിച്ചെമ്പിലേക്ക് നമുക്കിതെല്ലാം ഒന്ന് വെച്ച് കൊടുക്കാം. ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. കാരണം ഇത് നമ്മൾ വേവിച്ചിട്ടാണല്ലോ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതായത് ഇപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഉത്ഭാവമൊക്കെ വന്നേക്കുന്നതെന്ന്. നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ടോ ഇത്. നമ്മൾ ആ ഒരു റോബസ്റ്റ പഴമൊക്കെ ചേർത്ത് കൊടുത്തേക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടോ വന്നേക്കുന്നത്. വായിലിട്ടാൽ അലിഞ്ഞു പോകും, അത്രയ്ക്ക് സോഫ്റ്റായിട്ടോ. വൈകിട്ട് നല്ല ചൂട് ചായക്കൊപ്പം സൂപ്പറാണ്. ഇതുപോലെ പഴം തൊലികറുത്ത് പോയിട്ടുണ്ടെങ്കിൽ കളയാതെ അടിപൊളി ഒരു 4 മണി പലഹാരം ഉണ്ടാക്കിയെടുക്കാം. ഏത്തപ്പഴം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു 4 മണി പലഹാരം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്